മുട്ട ദോശ അഥവാ എഗ്ഗ് ദോശ. ദോശമാവും മുട്ടയും കുറച്ച് വെജിറ്റബിൾസും കൂടി ഉണ്ടാക്കിയ ഒരു അടിപൊളി ദോശ. വെജിറ്റബിൾസിനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി. പിന്നെ ദോശമാവ്. ദോശപ്പൊടിയിൽ തലേന്ന് രാത്രി വെള്ളം ഒഴിച്ച് വെച്ചു. രാവിലെ കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്തു. അപ്പോൾ ദോശമാവ് റെഡിയായി. ഇനി നമുക്ക് ദോശ ചുടണം. അതിലേക്ക് വേണ്ടി ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. ഞാനൊരു മുട്ടയാണ് എടുത്തത്. 2-3 ദോശയ്ക്ക് ഒരു മുട്ട തന്നെ അധികമാണ്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ദോശ പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിച്ച് സാധാ ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം. 2 സ്പൂൺ ദോശമാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മുട്ട സാവധാനം ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. മുട്ട എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി പരത്തി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ചും കൂടിയും മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് വേവിപ്പിക്കണം. കുറച്ച് സമയം വേവിപ്പിച്ച ശേഷം നമുക്ക് അടുപ്പ് മാറ്റാം. ഇപ്പോൾ ദോശയും അത്യാവശ്യം വെജിറ്റബിൾസും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് മടക്കി കൊടുക്കണം. അത് അവിടുന്ന് ഒന്നും കൂടി വെന്തോളും. ഇനി അടുത്ത രണ്ടാമത്തെ ദോശയുമായി ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അതേ വെളിച്ചെണ്ണ ഒഴിച്ച് ദോശമാവ് പരത്തിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് മുട്ട ഒഴിച്ച് ഒന്ന് പരത്തിയെടുത്ത് പിന്നെ ക്യാരറ്റും ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും അതിൻ്റെ മുകളിൽ കുറച്ച് മുട്ടയും ഇട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിപ്പിക്കാം. അതും വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ദോശയും റെഡിയായി. അതും ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മൂന്നാമത്തെ ദോശ ഉണ്ടാക്കി. ഇത് ഒരു അടിപൊളി ദോശയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല ടേസ്റ്റാണ്. മൂന്നാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. അതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. രാവിലെ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ദോശയാണ്. എഗ്ഗ് ദോശ, മുട്ട ദോശ വിത്ത് വെജിറ്റബിൾസ്. നല്ല സോഫ്റ്റ് ദോശയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.